ഹലോ, ഞാൻ നിങ്ങളുടെ നാസി. സോ എന്ത് പറയല്, ഇന്നൊരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ നമ്മളെ ഫാമിലിയുടെ, നമ്മളെ ഉപ്പാൻ്റെ കസിൻ്റെ വീട്ടിലിട്ടാ. സോ എന്ത് പറയല്, എൻ്റെ കുട്ടി കുറച്ച് ഓവറായി കണിക്കല്ലേ ഉണ്ട്. അയ്യൻ്റെ നിങ്ങൾ മുകളിൽ നോക്കിയാൽ എൻ്റെ പുട്ടിയെങ്കിൽ അയ്യൻ്റെ പുട്ടി നോക്കിയേ. സംഭവം എന്ന് വെച്ചെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉപ്പ് ഇവിടെ പൗഡർ ഇടലിൻ്റെ എനിക്ക് ഇട്ടത്താന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇട്ടിട്ട് വന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് ഇങ്ങനെ എവിടെയെങ്കിലും പോയെങ്കിൽ ഇതായിരിക്കുമല്ലോ അവസ്ഥ പിള്ളമാരത്. പിന്നെ എൻ്റെ പുട്ടീൻ്റെ കാര്യം കുറച്ച് ഓവറായല്ല എന്ന് വെച്ചെങ്കിൽ അയ്യൻ്റെ പൗഡർ നല്ല പാങ്ങിൽ ഇട്ടിട്ട് അതിന് മുകളിൽ ബ്ലഷും ഐലൈനർ ഇട്ട് പിന്നെ കാണുമ്പോൾ എന്തെന്ന് ഞാൻ കുറേ അച്ചച്ചിരി എടുത്തിട്ടാ. അങ്ങനെ അത് ഈ കോലത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സാരില്ല കുറച്ച് തിളങ്ങിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ട്. പിന്നെ എന്തെങ്കിലും നൈറ്റ് പോവാനുള്ള രസം എൻ്റെ പൊന്നെ എന്തെന്നറിയോ, നല്ല രസമുണ്ടായിന്. അത് ഇന്ന് നമ്മളെ കൂടെ ഉണ്ടല്ലോ ഇപ്സാലിട്ടുള്ളത്, കസിൻ ചാച്ചൻ്റെ മോനുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് പോകുന്നില്ലത്. പിന്നെ എന്ത് പറയല്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേ എനിക്ക് ബെല്ലൈക്കാണും അമർത്താട്ട. എന്ന് വെച്ചെങ്കിൽ എല്ലാ വീഡിയോ നെക്സ്റ്റ് വരുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ അതേ എനിക്ക് ലൈക്കും കമൻറ്റും അടിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടെ എത്തി. നമുക്ക് ഇന്നല്ലേ ഫംഗ്ഷൻ എന്ന് വെച്ചെങ്കിൽ കുണി കേട്ടാം. അങ്ങനെ ഇവിടെ എത്തി പോകുമ്പോഴത്തേക്ക് ഫുൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു കുറേ നടന്നിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഈടെത്തി നമ്മൾ എന്ത് രസം എന്നറിയോ കാണാൻ, നല്ല രസമുണ്ടായിന്. പിന്നെ എന്താ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല ഭംഗിയില്ല, ഇങ്ങനെ അപ്പുറം ഇപ്പുറം എന്താ പറയുക ഒരു മൂണിൻ്റെ ഒരു ലൈറ്റിങ്സും അതിനെ നടുക്കെ നമ്മൾ ഇങ്ങനെ കിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പവർ വേറെ ഉണ്ട് ഗൈസ്. പിന്നെ അതാ നേരെ വീട്ടിൻ്റെ ഉള്ളിലെത്തിയിട്ടാ. ഞാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞെങ്കിൽ വെൽ പ്ലാനിൽ പോയത് കേട്ടോ. എന്ന് വെച്ചെങ്കിൽ ഫുൾ അവിടുത്തെ എല്ലാം സൈഡിലത്തെ വീഡിയോ എടുക്കണം, പാർക്കിലത്തെ എല്ലാം സൈഡിലത്തെ വീഡിയോ എടുക്കണം എന്നല്ല പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഞാൻ ഈ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കാണ് ഒരു സൈഡിലെത്തി പാഞ്ഞോണ്ട് പോയി അയ്യാനും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേഗം ജ്യൂസ് കുടിച്ചിട്ട് ഇതാ ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാരെ കാണുന്നില്ല. എന്ത് പറയല്, എല്ലാവരും ഒരു മൂലയ്ക്ക് പോകുമ്പോഴത്തേക്ക് അയ്യാനും ഒരു മൂലയ്ക്ക്. എനിക്ക് ടെൻഷൻ എന്ന് വെച്ചെങ്കിൽ അയ്യാനും അവരൊക്കെ ഉണ്ടാ, എൻ്റെയൊക്കെ ഉണ്ടാ, അല്ല വേറെ എവിടെയെങ്കിലും ഉണ്ട്. എൻ്റെയൊക്കെ നോക്കുമ്പോൾ എൻ്റെയൊക്കെ ഇല്ല, ഫുൾ കൺഫ്യൂഷൻ കേട്ടോ. പിന്നെ എന്താ ഞാൻ എനിക്ക് പറ്റുന്ന കണിക്കാൻ ഞാൻ ചെറുങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഹൗസിൻ്റെ. സോ ഇതാണ് ഗൈസ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഈ പിങ്ക് റെഡാ, അത് ഏത് കളറ്? പിങ്ക് അല്ലേ? സോ റെഡാ, എനിക്ക് കൺഫ്യൂഷൻ ആയില്ല. അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടുള്ളത് ഈ പെരക്കത്തെ മോള് കേട്ടോ. പിന്നെ ഇത് കിച്ചൺ ഗൈസ്, നല്ല രസമില്ലേ, നല്ല. ഇത് മാത്രമല്ല കേട്ടോ, പുറത്ത് വേറൊരു കിച്ചൺ ഉണ്ടായിന്, അത് കാണിക്കാൻ പോകുമ്പോഴത്തേക്ക് അതിന് മിസ്സായി. പിന്നെ തപ്പിയിട്ട് പോകുമ്പോഴത്തേക്ക് ഈട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നും അറിയാത്ത കാണിക്കാൻ കുറേ ആൾ മിസ്സായിട്ടുണ്ട്. പക്ഷേ വിചാരിച്ചിട്ടേക്കാളും നല്ല രസമുണ്ട് കേട്ടോ. പെര അടിപൊളിയുണ്ട്. സോ ഇതാ നേരെ ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ പിന്നെ ഒരു കാഴ്ച, ഫുൾ എല്ലാ ഫുഡും നെയ്പ്പത്തിൽ പൊറോട്ട അപ്പം എല്ലാ ഐറ്റംസ് ചൂട് ലൈവിലാക്കിയിട്ട് തരുന്നില്ല കേട്ടോ. നല്ല ചൂട്. ഞാൻ എന്താ പറയുക പൊറോട്ട എടുത്തിട്ടുണ്ടായത് കേട്ടോ. അത് നല്ല ചൂടും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉടുകാസ് ഉണ്ടല്ലോ 2 കബാബ് തിന്നിട്ട് ഓനോ ഒപ്പിച്ചിട്ടാ. വേറെ എത്ര ഐറ്റംസ് ഉണ്ടായിട്ട് വേറെ ഒന്നും തിന്നിട്ടാ. കുറച്ച് ചോറിട്ട് പിന്നെ ഫുള്ള് കോഴിപ്പിച്ചത് മാത്രം ഇങ്ങനെ നുള്ളി ഇട്ടത് കൊണ്ട് ഓനത് തിന്നിട്ടാ. പിന്നെ എനിക്ക് ബിരിയാണി പൊതുവെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെ പൊറോട്ട എടുത്ത് പിന്നെ ഒരു കോഴിപ്പൊരിച്ചത് പിന്നെ കറിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അൽസത്തിൻ്റെ അടുത്ത്. സോ ഞാൻ അൽസ കഴിക്കലില്ല, എനിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അയ്യാൻ എൻ്റെ ബാക്കിൽ തുന്നമ്മയെന്ന് പറഞ്ഞിട്ട് എന്നെ അടങ്ങിയേറെ ഫുഡ് കഴിക്കുന്ന ആടെ അങ്ങനെ തന്നെ കേട്ടോ. അമ്മി വെള്ളം കുടിക്കുക, ആ ചിക്കനും തിന്ന് എന്നെ വായിക്കനിട്ടിട്ട് നൂറ്റുന്നുണ്ടായി. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രഷർ വന്നിട്ട് ഞാൻ എല്ലാ ഉമ്മമാരില്ല കുഞ്ഞുങ്ങൾ കൊടുക്കല് ഓൻ എന്നെ തുന്നിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഇതാ അങ്ങനെ നേരെ ഉള്ളിൽ കയറി. അപ്പോഴത്തേക്ക് ഇതാ ഈ ചെക്കനുണ്ട് ഇവിടുത്തെ കല്ലെല്ലാം എണ്ണി കളിക്കുന്നുണ്ട്. ഇവിടുത്തവർ കണ്ടെങ്കിൽ എന്നെ വെച്ചക്കോ എല്ലാം എന്താ ആടെ ഇറങ്ങിയിട്ട് പോയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ടുമ്പോൾ അതിനെ സെറ്റ് ആവും എന്നല്ല പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിയിട്ട് കഴിച്ചു. ഞാൻ മാക്സിമം പറ്റുന്ന എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പാര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയല്, നേരെ മുകളിൽ പോയിട്ടാ. ഇന്ന് മോള് ഇതാക്കാനുണ്ട്. എനിക്ക് പേടി ഒന്നും കേട്ടോ, മോള് വരാൻ വന്നിന്. എൻ്റെ ചെക്കന് ഏടെ എത്തുന്നു ഒരു ഉറപ്പില്ല കേട്ടോ. എല്ലാം ഡോർ ഓപ്പൺ ഉണ്ട്, ഫുൾ ആടെ സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ഫുള്ള് ഇതൊരു സിറ്റ് ഔട്ട്. ഇവിടുന്ന് നിന്നിട്ട് നോക്കിയെങ്കിൽ താഴെ കിച്ചണത്തെ സൈഡിലുള്ള എല്ലാം എന്താ പറയല്ലേ വ്യൂ കാണും. സോ ഇതാ പിന്നെ നേരെ ഉള്ളിൽ കയറി നോക്കിയിട്ട് അപ്പുറത്തെ കണ്ട പിന്നെയും സിറ്റ് ഔട്ട്, അപ്പുറത്ത് വേറൊരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, വലിയ ഹാളും ഒരു എന്ത് പറയല് മൊത്തത്തിൽ പെര അടിപൊളി കേട്ടോ.
ഞാൻ വിചാരിച്ച കണക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നും ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷേ എന്താക്കല്ലേ എൻ്റെ ചെക്കനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ എൻ്റെ വിടുന്നുണ്ടായിട്ടാ ഓന് നേരെ പുറത്തേക്ക് പാഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിന്. പിന്നെ അത് നേരെ ഉള്ളിൽ കയറി ഇവിടെ ഒരു വാഷ്റൂമുണ്ട്, പിന്നെ ബേസ് ഉണ്ട് കേട്ടോ. സോ അങ്ങനെ നേരെ നേരെ കയറി റൂം ഏടില്ലെന്ന് പറഞ്ഞിട്ട് തപ്പിയിട്ട് പോകുന്നില്ല. ഇത് റൂം ഏടെ ഹാളേടൊന്നും മനസ്സിലാവുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ. സോ എന്താ പറയുക, ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ വിചാരിച്ചു ഓളെന്താ ഈ പേരെ കണ്ടിട്ട് ആരും കാണാതെ കണിക്ക് കളിക്കുന്നതെന്ന് വിചാരിക്കണ്ട. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. എന്താ പറയുക, ഒരു എന്തോ ഇത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് പുറത്തത്തെ സിറ്റ് ഔട്ട് ഇട്ടാൽ മുമ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ അതും അടിപൊളി. അങ്ങനെ നേരെ റൂം തപ്പിട്ട് നടക്കുന്നുണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ബാക്കിൽ പായലന്നെട്ടാ എൻ്റെ പണി ഉണ്ടായത്. ഇത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പാത്തുവിൻ്റെ റൂമായിരിക്കും. ഞാൻ താഴ്ന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ റൂം ഏതെന്ന്. അപ്പോൾ മോളിൽ കാണിച്ചിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാ. കാണുമ്പോൾ ഇതൊന്നും തോന്നി. പക്ഷേ ഈ റൂമിൻ്റെ വീഡിയോസ് എനിക്ക് കുറച്ച് എടുക്കാൻ പറ്റിയിട്ടാ. പിന്നെ ഒരു റൂമുണ്ട്, ആടത്തത് നല്ല ഭയങ്കര എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷേ ആടെ എന്താ പറയല്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ അവർക്ക് ഡിസ്റ്റർബ് ആകണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാ. ഈ റൂമിൽ ഈടെ വരെ കിട്ടി, ഇതിനുള്ളിൽ ഫുൾ ആളുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ. സോ അതിനിടയിൽ പിള്ളമാരുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ എടുത്ത് ജസ്റ്റ് ഫോട്ടോസ് എടുത്ത്. അപ്പോഴത്തേക്ക് എൻ്റെ ചെക്കനുണ്ടല്ല അതിന് ഡ്രോവറിനുള്ളിൽ എന്തില്ലതെന്ന് പറഞ്ഞിട്ട് വരെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആക്കല എൻ്റെ ചെക്കനായി പോയല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതാ ഈടെ മോളിൽ നിന്നിട്ട് താഴെ നോക്കുമ്പോഴുള്ള വ്യൂ ഇട്ടാ നല്ല രസമില്ല. അപ്പോഴത്തേക്ക് ഇത് ഈടെ അടിയാന്നുണ്ടായിരുന്നു കേട്ടാ. അത് ആടും പോയിട്ട് ഫൈറ്റാക്കി ഓനെ ചൊറിയാൻ വന്നത് കേട്ടാ. ഓനെന്തോ ആക്കുന്നുണ്ടായിന്, അതുവെച്ചെന്തോ ആക്കുന്നുണ്ടായിന്. സോ ഓനെന്തോ വെള്ളം എന്തോ താഴെ പുള്ളമാരെ മേക്കായതുകൊണ്ട് അവർ വന്നിട്ട് ഫൈറ്റാക്കി. ഓന് 2 കൊടുത്ത് അവർ 2 കൊടുത്ത്. ലാസ്റ്റ് എന്ത് പറയല് ആടുന്ന് ചെയ്യാൻ നോക്കുന്നില്ല ഇത് കേട്ടാ. അങ്ങനെ അപ്പോഴത്തേക്ക് അയനെ കാണാതായി. അയനെ തപ്പി തപ്പി നോക്കുമ്പോൾ ഇതാ ഇതിൻ്റെ മോള് എനിക്കുണ്ടല്ലോ ഒരിക്കൽ ഉസുരം മോള് പോയിട്ട് താഴെ വന്നത്. എന്ത് പറയും, ഇതിൻ്റെ താഴെ വീണെങ്കിൽ എൻ്റെ പൊന്നെ. അത് കഴിഞ്ഞാൽ എങ്ങനെയല്ലോ ആക്കിയിട്ട് എന്നെ അവന് കടിച്ച്. ലാസ്റ്റ് ഞാൻ ഉമ്മയോട് പറഞ്ഞു എനിക്ക് കഴിയുന്നില്ല വഹിച്ചേക്കാൻ. ലാസ്റ്റ് എങ്ങനെയല്ലോ പിടിച്ചിട്ട് അവൻ ഇതാക്കിയതിട്ടാ. ഏടെല്ലാം പോയിന്നറിയോ, ഞാൻ കുറേ ഫോട്ടോസ് എടുക്കാൻ അങ്ങനെ ഇങ്ങനെ ആക്കാൻ. ഞാൻ ഈ തിരക്കിൽ ഒരു 2-3 ഫോട്ടോസ് എടുത്തിട്ടാ. അതിനെ കൂടെ എടുക്കാമെന്ന് പറയുമ്പോഴത്തെ അതിനെ തപ്പി നടക്കൽ എൻ്റെ പണിയുണ്ടായത്. അവനെ ഓരോന്നിനും മുകളിൽ കയറ്റെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ കുറച്ച് നേരത്തേക്ക് ടെൻഷനായി പോയിട്ട് ഈ പേര കാണുന്നതാ അതിൻ്റെ ബാക്കിൽ നടക്കുന്നതാ ഒരു ഇതുണ്ടായിന്. പിന്നെ നമ്മൾ ഇവിടുന്ന് നല്ല ഭയങ്കര ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നില്ല ഇതിട്ടാ. അപ്പോൾ ഫുള്ള് പുറത്തത് ഇതിട്ടാ പേരൻ്റെ പുറത്തിങ്ങനെ കാണാവുകയും. സോ പിന്നെ കുറച്ച് നേരം എല്ലാവരും ഇരുന്ന് സംസാരിച്ചിട്ട് പോവാൻ നിൽക്കുന്നില്ല ഗൈസ്. അപ്പോൾ എന്താ പറയല്, അടിപൊളി ഹൗസ് വാമിങ് ആയിരുന്നു, നല്ല രസമുണ്ടായിന്. പിന്നെ എന്താ പറയല്, അടിപൊളിയല്ലേ. ഇനി നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കുക. പിന്നെ എന്താ പറയല്, നെക്സ്റ്റ് വ്ളോഗ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അത് കണക്ക് ലൈക്കും എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് അടിക്കുക. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ പെരക്കെ പോവാം കേട്ടോ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണുമ്പോൾ